അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഒരു യുവതി കണ്ടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇവരുടെ കൂടെ ഉള്ളത് പോലീസാണ്, ഡാൻസ് ഓഫ് സംഘം ഉണ്ട്, പോലീസ് ഉണ്ട്. ഇവരുടെ പേര് കീർത്തന എന്നാണ്. ഇവർ പേരാമ്പ്രയിലാണ് വീട്. ഇവർ ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഇവർ ചെയ്ത കാര്യം അറിയുന്നതിന് ഇവർ ആരാന്ന് മനസ്സിലാക്കുക. ഇവർ ഒരു സർക്കാർ ജീവനക്കാരിയാണ്. കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ടീച്ചറാണ്. ഇവരുടെ പരിപാടി ലഹരിയുടെ ഒരു സംഘമുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്കാണ് കാശ് വാങ്ങുക. ആ അക്കൗണ്ടിലേക്ക് ആര് കാശ് അയച്ചോ അവർക്ക് ഇവരുടെ ലഹരി സംഘം എന്ത് കൊടുക്കും? ലഹരി വസ്തുക്കൾ കൊടുക്കും. പോലീസ് ലഹരിയുടെ ഒരാളെ പിടിച്ചപ്പോൾ ഇവർക്ക് വേണ്ട കാശൊക്കെ പോകുന്നത് ഒരു അക്കൗണ്ടിലേക്കാണ്. അങ്ങനെയാണ് ഈ കീർത്തന പോലീസിന്റെ പിടിയിലായത്. ഒന്ന് നോക്കണേ, ഒരു ഈ ടീച്ചർ എത്ര പിള്ളേരായിട്ട് ബന്ധമുണ്ടാവും? ഒരുപാട് സ്കൂളുകൾ, ആ BRCയുടെ കീഴിലുള്ള സ്കൂളുകളിൽ ഇവർ വിവിധ സ്കൂളുകളിലെ കായികാധ്യാപികയാണ്. പോരാത്തതിന് പേരാമ്പ്ര ബൈപ്പാസിൽ ഇവർക്കൊരു എന്താ പറയുക, ഒരു ഹോട്ടൽ, ഒരു ടീ സ്പോട്ട് ഉണ്ട്. അവിടേക്ക് ഒരുപാട് പേര് യുവാക്കൾ വരാറുണ്ട്. അപ്പോൾ അത് ഇവരും വേറൊരാളും കൂടി ചേർന്ന് നടത്തുന്നത്. ഇവരെന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കണമെന്ന്, ഫോട്ടോ ഞാൻ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. യോഗ ടീച്ചറാണ്, സൂംബ ഡാൻസ് നടത്തും. കണ്ടില്ലേ, നല്ല ശാരീരികമായിട്ട് നല്ല ഫിറ്റ്നസ് ഉള്ള ഒരാൾ. ഇപ്പോൾ ഇവരെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശുപാർശ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരൊന്നും ഒരു കുട്ടികളെ പഠിപ്പിക്കരുത്, ഇവരിനി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഇത് കൊടുത്തുക്കണമെന്നാണ്. കാരണം ഈ ലഹരിക്കാർ നേരെ കൊണ്ട് സപ്ലൈ ചെയ്യണം. കൊടുക്കാന്നറിയോ? ആദ്യം കുറച്ച് ചെറിയ കാശിന് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പിള്ളേർക്ക് കൊടുക്കും. പിന്നെ പിള്ളേർ വീട്ടിൽ നിന്ന് കാശ് എടുത്തോളും. എങ്ങനെയും എടുത്തിട്ട് ഈ സാധനം അഡിക്റ്റായി കഴിയുമ്പോൾ വാങ്ങും. പിന്നെ ഇവിടെ അക്കൗണ്ടിലേക്ക് ആരൊക്കെ ക്യാഷ് അയച്ചോ ആ ക്യാഷ് അയച്ചോരെ മുഴുവനും എന്ത് ചെയ്യാണ്? ചോദ്യം ചെയ്യാൻ പോവാണ്. ആരൊക്കെ അയച്ചു ഇതൊക്കെ പിടിക്കണം. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ ഉണ്ടല്ലോ, അത് ഗംഭീരമാണ്. കാരണം ഒരുപാട് കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലഹരിയുടെ വഴി ബ്ലോക്ക് ചെയ്യണം. ഇനി നോക്കേണ്ടത് ഇത് എവിടുന്നാണ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നത്, ഇത് എവിടേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്, അവിടെയാണ് പിടിക്കേണ്ടത്. സപ്ലൈ ചെയ്യുന്നവരെ പിടിക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ ഇടങ്ങളിലേക്കാണ് ഇത് കൊടുക്കുന്നത്? അപ്പോൾ ഈ ഒരു കീർത്തനയെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യത്തിന്റെ കുറവുണ്ടോ? ഇല്ല. ഇതിനു മുൻപ് ഒരു ഖദീജ എന്ന് പേരുള്ള ഒരു മുസ്ലിം യുവതി ഇതുപോലെ പിടിച്ചിരുന്നു. അവരും സെയിം തന്നെയാണ്. അതായത് മോങ്ങത്തോ എവിടെയുള്ള മുക്കത്തോ ഉള്ള ഒരാൾ 2.5 കിലോ MDMA ഒക്കെ ആയിട്ടാണ് അവർ പിടിച്ചത്. അപ്പോൾ അവരുടെയും ഇടപാടുകൾ നടത്തുന്നത് ഇവരുടെ അക്കൗണ്ട് വഴിയാണ്. ഇനിയിപ്പോൾ ഇവർ അറിഞ്ഞും കൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല. സ്വന്തം അക്കൗണ്ട് എന്ത് ചെയ്യരുത്, ഇതുപോലെയുള്ള ആളുകൾ കൊടുക്കരുത്. ഇപ്പം നമ്മുടെ അക്കൗണ്ട് നമ്മളിലേക്ക് വലിയ കാശൊന്നും വരുന്നില്ലല്ലോ, അക്കൗണ്ട് കയ്യിലുണ്ടല്ലോ, എന്നാൽ പിന്നെ മറ്റാൾക്ക് കൊടുക്കാം, അതിന് നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടും. ഈ പരിപാടിയെ വേണ്ടട്ടോ. ഈ കീർത്തന എന്ന് പേരുള്ള ഈ ഒരു ടീച്ചർ, ഇവരൊന്നും ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവർ യോഗ ടീച്ചർ, സുംബ ടീച്ചർ, കായികാധ്യാപിക, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കായികക്ഷമത കൊടുക്കുന്ന ഒരാൾ. നല്ല കായികക്ഷമത ഇവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഒരു കേസ് പിടിച്ചപ്പോൾ 16 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടി അതിലുണ്ടായിരുന്നു. അത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ പേരുവിവരങ്ങളോ കാര്യങ്ങളോ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ രക്ഷിതാക്കൾ ഇത് അറിയില്ല. രക്ഷിതാക്കൾ എൻ്റെ മക്കൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിക്കണ്. ഏത് ഫ്രണ്ട്സ്, ആരുടെ കൂടെ, എന്ത്, എങ്ങനെ അക്കൗണ്ടിലേക്ക് കാശ് വരുമ്പോൾ മക്കളൊക്കെ അറിയാം. ഇപ്പം എല്ലാവർക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക. പക്ഷേ അത് പെൺകുട്ടികൾ, അത് മുസ്ലിമാലും വേണ്ടില്ല, ഏത് മതാലും വേണ്ടില്ല, എല്ലാത്തിൻ്റെ പിന്നിലുണ്ടാവും. കാരണം എനിക്ക് ഈ ലഹരി കേസിലൊക്കെ മിക്ക കേസിലും ഒരു മുസ്ലിം പേരുള്ളവരുണ്ടാവും. ഞാൻ അത് മതം വർഗീയത പറയുന്നതല്ല. ഒരു മുസ്ലിം പേരുള്ളവരില്ലാത്ത ഒരു ലഹരി കേസില്ല. എവിടെ നോക്കിക്കോ എല്ലാത്തിലും. മുമ്പൊന്നും ഈ മദ്യപിക്കുന്നിടത്തിലൊക്കെ വളരെ പിന്നിലായിരുന്നൊരു കൗമ് ഈ ലഹരി ഉപയോഗിക്കുക എന്ന് മാത്രമല്ല, ഇത് വിൽപ്പന നടത്തിയിട്ട് ഒരു സൊസൈറ്റിനെ പോലും തകർക്കുന്നിടത്തേക്ക് എത്തണം. ഇവരൊന്നും വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിട്ടാണോ? ഇവർക്ക് സർക്കാർ ജീവനക്കാരിയല്ലേ, ഇവർക്ക് അതിനുള്ള സാലറി ഇല്ലേ? എന്നിട്ടും എന്തിനാണ് ഈ തമ്മാടിത്തരത്തിന് കൂട്ടിക്കുന്നത്? എനിക്ക് തോന്നുന്ന കാര്യം, എൻ്റെ മാത്രം ഒരു സംശയമാണ്, ഇവരിത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ. അതായത് ഇവരുടെ സുഹൃത്തുക്കളെ വഴി അക്കൗണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവർ പറഞ്ഞിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടുണ്ടാവും. ആ അക്കൗണ്ടിൽ കുറച്ച് കാശ് അയക്കും, അതിൻ്റെ എത്ര കമ്മീഷൻ തരാമെന്ന് പറഞ്ഞപ്പോൾ പണമോഹം കൊണ്ട് ചെയ്തതാണ്. പക്ഷെ അവർ ചെയ്തിരുന്നത് ലഹരി കച്ചവടമായിരുന്നു എന്നുള്ളത് ഈ ഒരു യുവതി പക്ഷെ അറിഞ്ഞില്ല. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതാട്ടോ. പക്ഷെ പോലീസ് പറഞ്ഞതല്ല, ഇവർക്ക് അറിയാം, ഇവർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്നുള്ളതാണ് പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ആ കുട്ടികളെ ലഹരിക്ക് അഡിക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത്. ഇവർക്ക് ഒരു സ്ഥലത്തും ഇനി എന്ത് ചെയ്യരുത്, അധ്യാപികയായിട്ട് ജോലി കൊടുക്കരുത്. അത് കായിക അധ്യാപികയായാലും വേണ്ടില്ല, കായിക PT സാറാണെങ്കിലും കുട്ടികൾക്ക് സാധാരണ എല്ലാ സ്കൂളിലും PT സാറാണ് അവിടുത്തെ മോറൽ കാര്യങ്ങൾ നോക്കുക. കുട്ടികൾ തല്ലുണ്ടാക്കിയാലും പിടിക്കലും അടിക്കലും ഇതൊക്കെ ആരെന്നെയാണ് ഈ PT സാറാണ്. അപ്പോൾ അങ്ങനത്തെ അതും ഒരു ലേഡി, പെൺകുട്ടികളുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരാൾ ഇത്തരം ഒരു കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ നമ്മൾ നമ്പാൻ പറ്റില്ല. നല്ല അവയർനെസ് വേണം. അപ്പം അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. സ്വലാത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു.
ഈ സ്വലാത്തിൻ്റെ വീഡിയോ ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. ഒന്നാമതൊരു കാര്യം, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിൽ ഞാൻ പറഞ്ഞ പെർട്ടിക്കുലർ ആളെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറയാൻ കാരണം അതൊരു അദബുകേടാണ്. കാരണം ഞാൻ അങ്ങനെ അവിടെ സ്വലാത്തിന് ആളെ കൂട്ടാനുള്ള ആളോ അവിടേക്ക് എന്തെങ്കിലും ചീഞ്ഞ് കൊടുപ്പിക്കുന്ന ആളൊന്നുമല്ല. നമുക്ക് സ്വലാത്ത് ചെല്ലണമെങ്കിൽ നമുക്കറിയാവുന്ന സ്വലാത്ത് നമ്മൾ ചെല്ലിയാൽ പോരെ. പിന്നെ പലരും ഈ സ്വലാത്ത് മജ്‌ലിസിലേക്ക് വരുന്നത് സ്വലാത്തിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടുമല്ല, അള്ളാഹിൻ്റെ ഒക്കെ ഒന്ന് പ്രതിഫലം മോഹിച്ചിട്ടില്ല. അവരവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അത് കടമുണ്ട്, മറ്റ് പ്രയാസങ്ങളുണ്ട്, ഇങ്ങനെ ദുന്യവിയായ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റാനാണ്, ആ ആഗ്രഹ സഫലീകരണത്തിനാണ് ഈ സ്വലാത്ത് മജ്‌ലിസുകളും ഇത്രയും മഹാന്മാരുടെ അടുത്തൊക്കെ അവർ വരുന്നത്. നമ്മൾ ആ ഒരു പേര് പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്കത് ലഭിച്ചില്ലെങ്കിൽ ഇവർ നേരെ എന്നെ കുറ്റം പറയും. അയാൾ പറഞ്ഞൊരു പേരത്ത് പോയിട്ട് അത് കിട്ടിയില്ല. ഇങ്ങനെ എല്ലാവരുടെയും ദുന്യവിൻ്റെ ആഗ്രഹങ്ങൾ കിട്ടാനുള്ള ഇടങ്ങളല്ലത്. നിങ്ങൾ റസൂലുള്ളാഹിന്റെ കാര്യത്തിലേക്ക് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരോടും പലതും പറഞ്ഞത് ആ പെർട്ടിക്കുലർ ആളുകളോടാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു കടം കിട്ടാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ഒരാൾക്ക് കുറച്ച് കടങ്ങളൊക്കെ തിരിച്ച് കിട്ടി, കൊടുത്ത കടങ്ങളൊക്കെ തിരിച്ച് കിട്ടിയൊരു സംഭവം പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ സ്വലാത്ത് ചെല്ലാൻ പോകുന്നത് അങ്ങനെ ദുന്യവിയായ അസുഖങ്ങൾ മാറാനോ കടങ്ങൾ വീടാനോ വീട് കയറാനൊന്നും ആകരുത്. ഒരു പക്ഷെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് അത് കിട്ടിയേക്കാം, അഡീഷണൽ കിട്ടിയേക്കാം. നമ്മൾ ചൊല്ലുന്നത് റസൂലുള്ളാഹിനുള്ള ഹുബ്ബ് കൊണ്ടാവണം. ആ ഹുബ്ബ് നമ്മൾ വീട്ടിലിരുന്ന് സ്വലാത്ത് എല്ലാവരും കിട്ടും. പിന്നെ ഇപ്പോൾ ആ വ്യക്തിയിലേക്ക് നമ്മൾ പോകണം എന്തിനാ? ആ വ്യക്തി നമ്മൾ അന്വേഷിക്കണം എന്തിനാ? നമുക്കറിയാലോ, സ്വലാത്ത് അറിയാലോ. അപ്പം ഞാൻ ആ സംഭവം വന്ന് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞതാണ്, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അതിൽ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറയാൻ ഒരുപാട് ആളുകൾ പറയുന്ന അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങളല്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് നേരിട്ടുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് അതിനാളെ കൂട്ടാനോ ആ സ്വലാത്ത് മജ്‌ലിസിലേക്ക് ആളെ കൂട്ടാനുള്ള കരിയർ അല്ല. അങ്ങനെ ഒരു ആത്മീയ ചൂഷണം അത് നമ്മളിന്ന് ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളുടെ നാട്ടിൽ സ്വലാത്ത് മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ വീട്ടിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. അപ്പോഴേക്കും അത് പിണങ്ങി പിന്നെ ഞാൻ ജാടയായി, ഞാൻ അത് പറയാത്ത ആളായി. എന്തിനാണ് അത് ചോദിക്കുന്നത്? എന്തിനാണ് കാരണം നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങൾ ഒരു ദുന്യവിയായ ഭൗതികങ്ങൾ അത്രയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും. നമ്മൾക്കറിയാവുന്ന സ്വലാത്ത് നമ്മൾ ചെല്ലുക. റസൂലുള്ളാഹിന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിരിക്കുമ്പോൾ കുറച്ച് പേര് നമസ്കരിക്കാൻ വേണ്ടി നേരത്തെ ഓതെടുത്ത് വന്നു. ഒരു സ്വഹാബി ഓതെടുത്തിട്ടില്ല, നിസ്കരിക്കാൻ ആ ഓതെടുക്കാന്ന് കരുതി. അപ്പോൾ ആ ഓതെടുക്കാത്ത ആളെ ഒന്ന് തമാശയാക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ഒരു ഓതെടുത്ത കാര്യം പുറത്തു പറഞ്ഞില്ല. ഹബീബായ നബിയല്ലേ, നബിക്ക് ഇത് അള്ളാഹു അറിയിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും നല്ല ഒട്ടകത്തിൻ്റെ മാംസമൊക്കെ കഴിച്ചിട്ട് ഉഷാറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞൊരു വാക്കാണ് നബി മനസ്സിലാക്കി, ഇയാളന്ന് ഓത് കൊടുക്കണേൽ തമാശാക്കാണ്. ആ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ചവരൊക്കെ ഒന്നുകൂടെ ഓത് കൊടുക്കണം എന്ന് നബി പറയാണ്. എടാ, ഇത് ആ ആളുകളോട് തമാശാക്കിയ ആളുകളെ വീണ്ടും ഒതുടിപ്പിക്കാൻ വേണ്ടി ഹബീബായ നബി ഇതൊരു തമാശയാണ്, ഒതുടുക്കാൻ പറഞ്ഞു. ഈ ഒരു ഹദീസ് പിടിച്ചിട്ട് ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ ഒതു മുറിയും, അതുകൊണ്ടാണ് ഒതുടുക്കാൻ പറഞ്ഞത് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ ചില ആളുകളോട് കടം വീടാൻ വേണ്ടി ദുആ പറഞ്ഞു കൊടുത്ത് ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ദിക്ർ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ആ ദിക്ർ എല്ലാവരും ചൊല്ലിയാൽ കടം വീടോ? ഇല്ല, അത് ആ പെർട്ടിക്കുലർ വ്യക്തിക്കുള്ളതാണ്. അല്ലെങ്കിൽ അതിന് അനുമതിയുള്ള ഇതിനുള്ള ഒരു മഹാൻ നമുക്കത് തരണം. അപ്പോൾ സ്വലാത്ത് മജ്‌ലിസിൻ്റെ ആളെ പേര് പറയാത്തതിൻ്റെ പേരിൽ എന്നോട് ഇങ്ങോട്ട് എന്ത് ചെയ്യരുത്, ഒരു വിരോധവും ഒരു അലോഹ്യവും തോന്നരുത്. ഞാൻ അതിനു വേണ്ടി നടത്തുന്ന ഒരു പ്രചാരകനല്ല. ആത്മീയ ചൂഷണത്തിന് ഒരു തരത്തിലും നമുക്ക് താല്പര്യമില്ല. നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകൾ ചെല്ലുക. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സ്വലാത്ത് മജ്‌ലിസുകളുണ്ട്, നമുക്കറിയാം ഒരുപാട് സ്വലാത്തുകൾ, അത് ചെല്ലിയാൽ മതി. അപ്പോൾ എന്നോട് ചോദിച്ച ആളുകളൊക്കെ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ലോകകപ്പിൽ ഇന്ന് ഫസ്റ്റ് സെമി ഫൈനൽ മത്സരം നടക്കുകയാണ്. ഫ്രാൻസും സ്പെയിനും തമ്മിലാണ് മത്സരം. നിങ്ങളിപ്പോൾ വേൾഡ് കപ്പ് കളിയൊക്കെ കാണുന്നവരാണോ എന്ന് എനിക്കറിയില്ല. ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്? ഫ്രാൻസ് ആണോ സ്പെയിൻ ആണോ? ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് 3 മിന്നും താരങ്ങൾ മുൻപിലുണ്ട്. എംബാപ്പെ അടങ്ങുന്ന താരങ്ങൾ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഗോൾ ഉറപ്പാണെന്ന് കരുതുന്ന ടീമാണ്. സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഒത്തിണങ്ങിയ ടീമായിട്ട് കളിക്കുന്ന ഒരു പ്രത്യേകമായ ടീമാണ്. രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ആരായിരിക്കും? ഒരു പ്രവചനം. ഈ വീഡിയോ നിങ്ങൾ ലോകകപ്പിൻ്റെ കളി കഴിഞ്ഞിട്ട് കണ്ടിട്ട് ആൻസർ ചെയ്തരുതേ. ഇന്ന് ഞാൻ ഉച്ചക്ക് വിടുന്ന വീഡിയോ ആണ്. വൈകുന്നേരം 12:00 കളി. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇന്നത്തെ മത്സരത്തിൽ ഫ്രാൻസിനാണോ സ്പെയിനിനാണോ മുൻതൂക്കം? അതായത് നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.